ഓ എന്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഈ മുൾക്കിരീടെ തലേന്നൊന്ന് ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങായിരുന്നു. ധൈര്യമായിരിക്കപ്പച്ച, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ പോവാ. റോസ്മേരി അച്ഛന് ഇഷ്ടമായതുകൊണ്ടാണല്ലോ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അച്ഛനെ കൂടുതൽ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ സിറ്റുവേഷനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. സിറ്റുവേഷനാ? അപ്പൊ ഇനിയും ഇവിടെ നാടകം കളിക്കണോ? ചിലപ്പോ വേണ്ടി വരും. അച്ഛൻ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം നോക്കി റോസ്മേരിയെ കൊണ്ട് നമ്മൾ ശയന പ്രദർശനം നടത്തിക്കുന്നു. ക്രിസ്ത്യാനിക്ക് എന്താണ് അമ്പലത്തിൽ കാര്യം? ഉണ്ട്. റോസ്മേരി മതം മാറി ലക്ഷ്മിക്കുട്ടിയായെന്ന് നമ്മൾ അച്ഛനെ ധരിപ്പിക്കും. ഇത്രയും ഒക്കെ പുലിവാലിനൊന്നും പോവാതെ കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറഞ്ഞ പോലെ. എല്ലാം ശുഭമാകാതെ അവനോട് ഈ കാര്യം തുറന്നു പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും കാലം ഒളിച്ചു വെച്ചതെന്ന് അവൻ ചോദിക്കില്ലേ? അപ്പൊ ഉണ്ട വിഴിക്കിയതുപോലെ നോക്കി നിൽക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഉണ്ണിയോട് അച്ഛൻ പറയും, നീ റോസ്മേരിയെ വിവാഹം കഴിക്കടാന്ന്. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഞാൻ റോസ്മേരിയെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിരുന്നാണെന്നും സമയമായപ്പോൾ എന്തോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണെന്നും അപ്പച്ചനെ അച്ഛനെ ധരിപ്പിക്കണം. ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണ്, പറഞ്ഞ ദിവസം തന്നെ വിവാഹം നടത്തിയേ പറ്റൂ എന്ന് അപ്പച്ചൻ വാശി പിടിക്കണം. അപ്പോ ഇതിനകം റോസ്മേരിയിൽ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞ അച്ഛൻ അപ്പച്ചനെ വിളിച്ചു പറയും, എങ്കിൽ ഉണ്ണി ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്ന്. നീ പറയുന്ന പോലെ ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എല്ലാവരും ചേർന്ന് അവനെ പറ്റിക്കുകയായിരുന്നെന്ന് അറിഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിലെ കൊള്ളാം, തൃപ്തിയായടാ എനിക്ക്. നീ തന്നെ എന്നോട് ഇത് ചെയ്യണമായിരുന്നു. അനന്ത, ഞാൻ മിണ്ടിപ്പോരുത്. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ നീ ഉദയക്രിയ ചെയ്തു. എന്നാലും എന്നോട് നീ ഇത് ചെയ്തല്ലോ. അച്ഛാ, കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാതെയാണ്. വേണ്ടടാ. നടന്ന സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോഴും അറിഞ്ഞതൊക്കെ സത്യമാവില്ലേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാം നല്ലതിന് തന്നെ. എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നു. സ്വത്തും പണവുമാണ് നിനക്ക് വേണ്ടിയിരുന്നതെങ്കിൽ ഒരു വാക്കെന്നോട് പറഞ്ഞാ പോരായിരുന്നു. എന്റേത് നിന്റേത് എന്നുള്ള വേർതിരിവ് ഒരു കാര്യത്തിലും എനിക്കില്ലായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേത് കൂടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിനക്കെല്ലാം നിന്റെ കാൽക്കീഴിലാക്കണമായിരുന്നു. അതിനുവേണ്ടി അല്ലേടാ നീ തന്തയിലാണ് കാണിച്ചത്. അനന്ത, അത് മാത്രം പറയരുത്. നീ അറിഞ്ഞതൊന്നും സത്യമല്ല. എന്ത് സത്യമല്ല? നീ ഉണ്ണിയെ കുട്ടി ഇവളെ പെണ്ണ് കാണാൻ പോയത് സത്യമല്ലേ? ഇവളുമായിട്ട് ഉണ്ണി സ്നേഹത്തിലായിരുന്നു എന്ന് നിന്റെ മോൻ അറിയാമായിരുന്നു. അതും സത്യമല്ലേ? ഇവരുടെ വിവാഹത്തിന് നീ സാക്ഷി നിന്നു. അതും സത്യമല്ലേ? ഈ വിവരങ്ങളൊന്നും എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ വിട്ടിയാക്കിയായിരുന്നു. അതും സത്യമല്ലേ? ഉണ്ണിയെ നിന്റെ ഭാഗത്തേക്ക് മാറ്റി ബിസിനസ് മുഴുവൻ സ്വന്തം പേരിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതെല്ലാം എന്നുള്ളത് സത്യമല്ലേ? അല്ലെന്താ, ഈ പറഞ്ഞത് മാത്രം സത്യമല്ല. കർത്താവിന് നിരക്കാത്ത ഒന്നും നിന്റെ ഔസേപ്പച്ചൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലടാ. നിന്റെ മനസ്സിൽ ഒരു പോറൽ പോലും വെക്കാതിരിക്കാൻ വേണ്ടി നിന്നിൽ നിന്നും ഞാൻ കുറെ സത്യങ്ങൾ ഒളിച്ചു വെച്ചു. അത് ഇത്രയ്ക്ക് വിനയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നീ എന്നോട് ക്ഷമിക്കുക. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഒറ്റ കൊടുക്കുന്നവന്റെ കൈവെട്ടാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. മാപ്പർഹിക്കാത്ത തെറ്റാണ് നീ ചെയ്തത്. സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഇത്രയും വർഷം അഭിനയമാക്കി കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയും. ആ ചതിയും കാപട്യവും അറിഞ്ഞിട്ടും എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തത് അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നുകൊണ്ടാ. ഒന്ന് മാത്രം പറയാം, ഇനി ജോസഫ് എന്ന സുഹൃത്തും അവന്റെ കുടുംബവും എന്റെ മനസ്സിലുണ്ടാവില്ല. അച്ഛാ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. അപ്പച്ചന് ഒരു മിണ്ടിപ്പോരുത്. ഇനി നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ അനന്തേട്ടാ, വർഷങ്ങളായിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു ഇത്. ഈ ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെ ആ ഔസേപ്പിന്റെ മാത്രം പേരിലാക്കാനുള്ള ശ്രമങ്ങളെ അവരിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മരുമോന്റെ ഒത്താശയോടെ ഔസേപ്പിച്ചപ്പോഴും കൂപ്പ് വഴി ചന്ദനം കടത്തുണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. തന്നെയുമല്ല, കാടിനകത്ത് അവർക്ക് കഞ്ചാവൂഷ്യം ഉണ്ടത്രേ. എന്തിന്? കൂപ്പിന്റെ അടുത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് അല്ലേ സ്വന്തം പേരിൽ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? അത് വല്ലതും അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. പക്ഷെ എങ്ങനെയാ പറയുന്നേ? നിങ്ങൾ ചക്കരയും തേങ്ങായും പോലെ അല്ലായിരുന്നോ?
ഇനി അഥവാ പറയാമെന്ന് വെച്ചാ തന്നെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ലേ ചേട്ടൻ കരുതൂ? അതെ, ജാതിയുടെ മതത്തിന്റെ കാര്യം പിന്നെ പോട്ടേത് വെക്കാം. ആ റോസ്മേരിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴാ അവിടെ രണ്ടാരം ചെന്ന് ജയിലിൽ കയറാനേ സമയമുള്ളന്നേ. ഇപ്പൊ അമ്മാവന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ചീത്തപ്പേരെ. അകന്നു നിൽക്കുമ്പോഴും ഞാനും എന്റെ പിള്ളേരും അനന്തേട്ടന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം കണ്ട നസ്രാണികൾ തട്ടിക്കൊണ്ടു പോയതിലുള്ള ദുഃഖമായിരുന്നു മനസ്സിലെപ്പോഴും. ഒന്നും മോഹിച്ചിട്ടല്ല. ഇന്നു മുതൽ ഞങ്ങൾ എല്ലാരും അനന്തേട്ടന്റെ കൂടെ ഉണ്ടാവും. ഉണ്ണികൃഷ്ണനെ, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പിരിച്ച് അവനെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ ചേട്ടാ. ഉണ്ണിയെ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞങ്ങൾക്കിനി വിശ്രമമില്ല. അല്ലേടാ മക്കളെ? അതെ അമ്മേ. എന്തായി അമ്മേ? അവര് പോയോ? എവിടെ പോകാൻ? അവിടെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൊമ്മിയുടെ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലമ്മേ, ഉണ്ണിയേട്ടന് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടത് അപ്പച്ചൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. എന്നിട്ട് കുറ്റം മുഴുവൻ പാവ അപ്പച്ചനും. ദേ വരണു. അമ്മ അങ്ങോട്ട് ചെല്ല്, അതാ നല്ലത്. ഇല്ലെങ്കിൽ അതും ഇതും പറഞ്ഞ് ഇനിയും കാര്യങ്ങൾ വഷളാക്കും. എന്നെ വിളിച്ചായിരുന്നോ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. വേണ്ട ഏട്ടാ, ചേട്ടന്റെ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക്. വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നാത്തൂനെ? എടാ നോക്കി നിൽക്കാതെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കടാ. നാണുമാരെ കണ്ടില്ലല്ലോ. ഓ, എവിടെങ്കിലും ആനപ്പുറത്ത് തടമ്പ് കയറ്റുന്നു എന്നറിഞ്ഞാ പിന്നെ അതിന്റെ പുറകെയാ. ആനയോടുള്ള കമ്പ് ഇനിയും കുറഞ്ഞിട്ടില്ല. ഉത്രാളിക്കാവിലെ പൂരത്തിന് പോണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസം 5 ആയി. ഇനി ഏതെല്ലാം പൂരം കഴിഞ്ഞിട്ടാ മടങ്ങി വരികയെന്ന് ആർക്കറിയാം. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ പരീനടാ മക്കളെ. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ. ബന്ധുക്കൾ എന്നും ബന്ധുക്കൾ തന്നെ. ഇവര് പറയുന്നത് കേട്ട് എത്രയായാലും അവൻ നമ്മുടെ മോനായി പോയില്ലേ. ചെയ്തത് തെറ്റാണെങ്കിലും നമ്മൾ ക്ഷമിച്ചവനെ. അവന്റെ കാര്യം ഈ വീട്ടിൽ ഇനി മിണ്ടിപ്പോരുത്. ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല. ഈ ജന്മത്തവൻ ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല. ഒരു കാര്യം കൂടി, ഇനി ആ ഔസേപ്പും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നെ ധിക്കരിച്ച് ആരെങ്കിലും അവിടെ പോയാൽ അവർക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. മനസ്സിലായല്ലോ?